ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ ചെയ്താലോ? അതിനായിട്ട് ഞാനിവിടെ 4 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ് ആണ് കേട്ടോ. ഗോൾഡൻ കളർ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബ്ലൂ കളർ റെയിൻബോ കട്ട് ബീഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്ലിപ്പ് സ്റ്റോൺ വേണം കേട്ടോ. അപ്പോൾ ക്ലിപ്പ് സ്റ്റോണിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ബാക്കിൽ ഇതുപോലെ ഹോൾ വരുന്ന ടൈപ്പാണ് കേട്ടോ. 4 ഹോൾ വരുന്നുണ്ട്. നമുക്ക് നോർമൽ നീഡിലും ത്രെഡും വെച്ച് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 4 മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സെയിം ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 3 കട്ട് ബീഡ് ചരിച്ച് ബോർഡർ ലൈനായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് താഴത്തുനിന്ന് ഇതുപോലെ 3 കട്ട് ബീഡ് വീതം എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് പോരുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോർഡർ ലൈൻ ഇതുപോലെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ താഴത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഈ റൗണ്ടഡ് പോർഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പം ഗോൾഡൻ കളർ കട്ട് ബീഡും റെയിൻബോ കട്ട് ബീഡും വെച്ച് ഫുള്ളും ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് ക്ലിപ്പ് സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ രണ്ട് കട്ട് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് ഫുള്ളായിട്ടും ഒരു ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഗോൾഡൻ കളർ കട്ട് ബീഡും റെയിൻബോ കട്ട് ബീഡും മാറി മാറിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കർവായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെംസ് വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് പോരുവാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ലീഫാണ് കേട്ടോ. 3 ബീഡ് വീതം ചെയ്തപോലെ ചരിച്ച് ലീഫായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വീനെക്കിൽ വേണമെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാം. വീനെക്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബോർഡറായിട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.